കോഴിക്കോട് നിന്നും KV രാഹുൽ ചേരുന്നുണ്ട്. രാഹുൽ, കോഴിക്കോട്ടെ 13 മണ്ഡലങ്ങളിൽ മിക്കയിടത്തും നല്ല പോരാട്ടം നടത്തുന്ന മണ്ഡലങ്ങളാണ്. സൂക്ഷ്മ പരിശോധന ദിവസം എവിടെയെങ്കിലും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മുന്നണികളൊക്കെ ഹാപ്പിയാണോ? പ്രജീഷ്, കോഴിക്കോട്ടെ എല്ലാ മണ്ഡലങ്ങളിലും മുന്നണി സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ആശ്വാസത്തിൻ്റെ കാര്യം തന്നെയാണ്. ആ ഒരു കടമ്പ കൂടി കടന്നു കിട്ടിയിട്ടുണ്ട്. ഒരു ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ തർക്കം എന്ന രീതിയിൽ ഉണ്ടായത് ബേപ്പൂർ മണ്ഡലത്തിലാണ്. PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കരുതെന്ന LDF നിലപാടെടുത്തിരുന്നു. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് രേഖാമൂലം തിരഞ്ഞെടുപ്പ് കമ്മീഷന് LDF ബേപ്പൂർ മണ്ഡലം കമ്മിറ്റി പരാതി നൽകിയിട്ടുണ്ട്. അതായത് സത്യവാങ്മൂലത്തിൽ, പത്രികയ്ക്കൊപ്പം നൽകുന്ന സത്യവാങ്മൂലത്തിൽ മുഴുവൻ കേസുകളുടെയും വിവരങ്ങൾ PV അൻവർ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് LDF ചൂണ്ടിക്കാണിച്ചിരുന്നത്. അൻവർ സത്യവാങ്മൂലത്തിൽ തനിക്കെതിരെ 11 കേസുകളുണ്ട് എന്ന് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ സമർപ്പിച്ചിട്ടുണ്ടായി. പക്ഷേ മറ്റൊരു കേസ് കൂടി അൻവറിനെതിരെ ഉണ്ട്. കഴിഞ്ഞ വർഷം മലപ്പുറം പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ട്. IT ആക്ടുകൾ ചുമത്തിയതാണ്. അത് സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് പത്രിക അംഗീകരിക്കരുതെന്നൊരാവശ്യമാണ്. പക്ഷേ വരണാധികാരി അങ്ങനെ തള്ളാൻ കഴിയില്ല എന്ന് മറുപടി നൽകുകയും LDF പരാതിയുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും അപരന്മാരുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബേപ്പൂർ മണ്ഡലത്തിൽ തന്നെ അൻവർ എന്ന പേരിൽ 5 പേരുടെ പത്രികയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ PV അൻവർ UDF സ്ഥാനാർത്ഥിയാണ്. അൻവർ PV എന്ന പേരിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട്. PA മുഹമ്മദ് റിയാസ് LDF സ്ഥാനാർത്ഥി, PC മുഹമ്മദ് റിയാസ് എന്ന പേരിൽ ഒരു അപര സ്ഥാനാർത്ഥിയുണ്ട്. ഒപ്പം കുറ്റ്യാടിയിലൊക്കെ അപരന്മാർ ഒരുപാട് പേരുണ്ട്. അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥി കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്ററാണ്. ഇതേ പേരിൽ MP കുഞ്ഞമ്മദ് കുട്ടി എന്ന പേരിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ള പാറക്കൽ എന്ന പേരിൽ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട്, അപര സ്ഥാനാർത്ഥിയുണ്ട്. കൊടുവള്ളിയിൽ PK ഫിറോസ് UDF സ്ഥാനാർത്ഥിയാണ്. ഈ PK ഫിറോസ് അടക്കം 5 ഫിറോസുമാരാണ് അവിടെ മത്സര രംഗത്തുള്ളത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ ജില്ലയിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. മുന്നണി സ്ഥാനാർത്ഥികളുടെ എല്ലാം പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. പ്രജീഷ്.